ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 10 മുൻവർഷ ചോദ്യങ്ങൾ അടങ്ങിയ ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ +2 സ്റ്റേജ് 2 18/4/2021 നടത്തിയ പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ മലയാളം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 2022 and 2021 നടത്തിയ പരീക്ഷകളിലായിരിക്കും ആദ്യം നമ്മൾ മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന +2 മെയിൻസ്, 10th മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം ഈ ക്ലാസ് 100% ആയിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുക. വിഗ്രഹിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തിനെയാണ് പിഞ്ഞാണ വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിഞ്ഞാണത്തിന്റെ വർണ്ണത്തെയാണ് പിഞ്ഞാണ വർണ്ണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം. അതായത് നമ്മളിപ്പം നമ്മളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, നമ്മളെല്ലാവരും കൂട്ടുകാരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ അവരിങ്ങനെ ഭയങ്കരമായിട്ടൊരു കഥ ഇങ്ങനെ വലിച്ചു നീട്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡന്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടി പറയുന്ന സമയത്ത് നമുക്ക് പറയാം, നീ ഒന്ന് പെട്ടെന്ന് ശ്ലോകത്തിൽ കഴിക്കുമോ. പെട്ടെന്ന് പറയണ്ട, നീ അതൊന്ന് ശ്ലോകത്തിൽ കഴിക്കാൻ നമുക്ക് പറയാം. അതായത് എന്താണ്, ഒരുപാട് വലിച്ചു നീട്ടാതെ ചുരുക്കി പറയുക എന്നതുകൊണ്ടാണ് അവിടെ അർത്ഥമാക്കുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറയുക എന്നതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി അടുത്തത്, വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്ത്? ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരം അറിയാൻ പറ്റും. വല്ലപാടും നേടിയ വിജയം എന്ന എങ്ങനെയെങ്കിലും നേടിയ വിജയം എന്നാണ് അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പൊ വല്ലപാടും നേടിയ വിജയം എന്ന വിശേഷണത്തിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയെങ്കിലും നേടിയ വിജയം. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, പൂരണി തദ്ധിതം ഏത്? തദ്ധിതം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? തദ്ധിതം അതായത് ഏതെങ്കിലും നാമങ്ങൾ അല്ലെങ്കിൽ ഭേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന നാമശബ്ദങ്ങളെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുന്നത്. പല ടൈപ്പ് തദ്ധിതം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് പൂരണി തദ്ധിതം ഏതാന്നാണ്. അതായത് പൂരണി തദ്ധിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സംഖ്യാവാചികളായ നാമങ്ങളോട് അതിനെ പൂരിപ്പിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. അതായത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട, സംഖ്യയുമായി ബന്ധപ്പെട്ട് 1, 2, 3 അതിൽ നിന്ന് ഉണ്ടാകുന്ന, അതായത് നമുക്ക് ആം എന്ന പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ആം എന്ന പ്രത്യയം അല്ല നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വരുന്നതാണ്. അതിൻ്റെ ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ ഒന്നാമൻ, ഇവിടെ നോക്കി, ഒന്നാമൻ, ഇതിലൊരു സംഖ്യയുണ്ട്, ഏതാ? 1, അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അല്ലെ. അപ്പോൾ 1 എന്ന് വന്നിരിക്കുന്ന, അതായത് 1 എന്ന സംഖ്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു നാമമാണ് ഒന്നാമൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പറയാം, സാധാരണയായിട്ട് നമ്മളുടെ 10, പത്താമൻ, ഒന്നാമൻ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പൂരണി തദ്ധിതത്തിന് ഉദാഹരണം ഒന്നാമൻ. ഇനി അടുത്ത് നോക്കിക്കേ, യഥാവിധി. ഇതും വിഗ്രഹിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കുള്ള ലൈഫിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഫെയിലിയർ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്കത് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പറയും യഥാവിധി, അങ്ങനെയാണെങ്കിൽ യഥാവിധി പോലെ. അതായത് എങ്ങനെയാണോ വിധി വരുന്നത് അങ്ങനെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കയ്യാമം എന്ന് പറയുന്ന പദമാണ് കയ്യാമം. കൈ, അതിനകത്ത് നമുക്കിത് ഓപ്ഷനിൽ നോക്കാം. കൈ അല്ലെ, ഇത് വരത്തില്ല, കൈ വരത്തില്ല, ഇത് വരത്തില്ല. ഇനി ഇതാണോ നമുക്ക് നോക്കേണ്ടത്. കയ്യാമമാണ്, കയ്യാമം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 97ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. കണ്ണീർ പാടം. അധികം എന്താണ്? കണ്ണീർ പാടമാണ് വന്നിട്ടുള്ളത്. കണ്ണീർ അധികം പാടമാണ് കണ്ണീർ പാടം. കണ്ണീർ അധികം ഇപ്പ കേട്ടോ. ഇവിടെ കണ്ണീർ കഴിഞ്ഞിട്ട് പാടം, ഇപ്പ ഇരട്ടിക്കുന്നില്ല കേട്ടോ, പ ഇരട്ടിക്കുന്നില്ല. ഇനി അടുത്തത്, സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന പദത്തിന്റെ സമാന പദം എഴുതുക. എന്താണ്? സന്തോഷപ്രദമാണ്. സന്തോഷത്തെ പ്രദാനം ചെയ്യുക, സന്തോഷപ്രദം. ഓക്കെ, അടുത്തത് 99, വാക്യം ശരിയായി എഴുതുക. തൊഴിൽ ലഭിച്ചവരിൽ 100-ൽ 90% നിരാശരാണ്. ഇത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ട് എഴുതാനാണ് അല്ലെ. നമുക്കറിയാം, ഇതിൽ നോക്കിക്കേ,
തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. അതായത് നമുക്കറിയാം 90% എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 90-ൽ 100-ൽ 90 എന്നാണ് അല്ലെ. 90% അർത്ഥമാക്കുന്നത് ആ പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് 100 ആന്നുള്ളത്. ഇവിടെ നോക്കിക്കേ, തൊഴിൽ ലഭിച്ചവരിൽ 100% ഏറെയും നിരാശരാണ്. അത് തെറ്റാണ്. 100% എത്ര പേരാ നിരാശരെന്ന് പറഞ്ഞിട്ടില്ല. തൊഴിൽ ലഭിച്ചവർ നിരാശർ തന്നെയാണ്. നോ, ഇത് നമുക്ക് ശരിയായിട്ട് ഇവിടെ പറഞ്ഞ തൊഴിൽ ലഭിച്ചിട്ട് 100-ൽ 90% ശരിയാണ്. ഇവരെയാണ് നമുക്ക് എന്താക്കി എഴുതേണ്ടത്? ശരിയായിട്ട് എഴുതേണ്ടത്. തൊഴിലുണ്ടെങ്കിലും നിരാശനാണ്, അങ്ങനെയല്ല ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. ഇനി നോക്കാം, ആ ലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ബഹുവചനമാണ്, എന്നാൽ എന്താണ്? ലിംഗം വേർതിരിച്ച് പറയാൻ പറ്റാത്തത്. ആ ലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം വരുന്നത് ഏതാണ്? പണിക്കാരാണ് കേട്ടോ, പണിക്കാർ. ഓർക്ക, നമുക്ക് അലിംഗമാണ്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും, അത് ലിംഗമായിട്ട് വരുന്നതാണ്. മരം നമുക്ക് പറയാൻ പറ്റില്ല. സ്വാമികൾ എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. ആ ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആദരവോട് വിളിക്കുന്നതാണ്. അപ്പം സ്വാമികളല്ല. ഉത്തരം വരുന്നതാണ് പണിക്കാരാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10 ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ 10 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഒപ്പം തന്നെ നമുക്ക് അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ഡെയിലി ഫ്രീ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അൺഅക്കാഡമിയിൽ 20% ഓഫർ വന്നിട്ടുണ്ട്. കേരള PSC സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഏത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 20% ഓഫ് ഉണ്ട്. ആ 20% ഓഫിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട റെഫറൽ കോഡ് ഷാഫി I എന്ന റെഫറൽ കോഡാണ്. അൺഅക്കാഡമിയിൽ നമുക്ക് ധാരാളമായിട്ടുള്ള ബാച്ച് കോഴ്സുകൾ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, റെഗുലർ ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നമുക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്